ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അങ്ങനെ എന്നുള്ളവരുടെയും വിശേഷം. അങ്ങനെ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ചത്തോളം മറ്റക്കുറ്റപ്പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ നൈറ്റാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ആകെ പൊടിയാണ്, എത്ര തുടച്ചാലും പൊടി പോകണില്ല കേട്ടോ. അതുപോലെ പൊടിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അടിച്ച് തുടച്ച് ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തു. എന്തായാലും മാസ്റ്റർ ബെഡ്റൂം, ഹാള്, വേറെ റൂം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തു. സംഭവങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാലത്തെ വ്ളോഗൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ഇട്ടിട്ട് കുറേ നേരമായി. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ആമികൂടി ജസ്റ്റ് എണീറ്റ് ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. പിന്നെ വിൻഡോസൊക്കെ തുറന്നിടുന്നുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ വീട്ടിലെ എല്ലാ വിൻഡോസും തുറന്നിടാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. വെളിച്ചം വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടന് നേരെ ഓപ്പോസിറ്റാണ്. വിൻഡോസ് അങ്ങനെ എല്ലാം തുറന്നിടണമെന്നൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ആൾക്ക്. പക്ഷെ ഞാനൊരുവിധം എല്ലാം തുറന്നിടും. വെളിച്ചം കയറിയാൽ എനിക്കൊരു എന്തൊരു എനർജിയാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ആമിക്കുട്ടി മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അവൾക്ക് അവളുടെ മുടിയിൽ തൊടാന്ന് പറയുന്നത് തന്നെ ഇഷ്ടമല്ല, ഭയങ്കര അലർജിയാണ് ആൾക്ക്. ഇങ്ങനെ അഴിച്ചിട്ട് അടക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര ഇഷ്ടം. മുടിയിൽ വേറെ ഒന്നും വെക്കണതൊന്നും ഇഷ്ടമില്ല കേട്ടോ. എന്നാലും മുടിയൊക്കെ വളർന്നിട്ടുണ്ട്. ഞാനൊന്ന് വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുടി വടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഈ ഒരു വെക്കേഷന്. പക്ഷേ നടന്നില്ല. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത വെക്കേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കട വരെ പോകുന്നുണ്ട്. കുറച്ച് ഐറ്റംസ്, പലചരക്ക് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മളിവിടെ ഒരാഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ തീർത്തിട്ടാണ് പോയത്. ഒരാഴ്ച എന്തായാലും അടച്ചുപൂട്ടി കിടക്കണോണ്ട് അതൊക്കെ കേടായാലോ എന്ന് കരുതിയിട്ടേ. അപ്പോൾ ആകെ ഇവിടെ പരി മാത്രമല്ല, നമുക്കിനി എല്ലാ പച്ചക്കറികളും സംഭവങ്ങളും ഒക്കെ വാങ്ങിക്കണം. ചെറുതായിട്ടൊന്ന് ഒരുങ്ങുന്നുണ്ട് കേട്ടോ. നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റാണ്. അത്ര അഫോർഡബിളാണ്. ഇനി വേറെ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ്. ഇതെനിക്ക് അത്ര താല്പര്യമുള്ളൊരു സൺസ്ക്രീൻ അല്ല. അതിൻ്റെ എന്താ പറയുക, പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഓയിലി സ്കിൻകാർക്ക് പറ്റില്ല കേട്ടോ. കുറച്ച് ഓയിലി ആക്കുന്ന ടൈപ്പ് ഒരു സൺസ്ക്രീനാണ്. പിന്നെ അതിൻ്റെ സ്മെല്ലാണ് എനിക്ക് തീരെ പിടിക്കാത്ത സാധനം. എന്നാലും നമ്മളത് കയ്യിലും അതുപോലെ ഫേസിലൊക്കെ ഇട്ടു. പിന്നെ ഫേസ് കാനഡയുടെ സ്ട്രോക്കറും ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടേക്കായിട്ട് ഒന്ന് നമ്മുടെ ഹൈ എൻസിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഐലൈനർ വെച്ചിട്ട്, ലാക്മേഡ് ഐലൈനർ വെച്ചിട്ട് ഐലൈൻ ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. വാട്ടർ ലൈൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, ഇനി ലിപ്സ്റ്റിക്ക്. അല്ലെങ്കിൽ എൻ്റെ ഫേസ് ഇങ്ങനെ ആകെ വെളുത്തിരിക്കണ പോലെ എനിക്ക് തോന്നും കേട്ടോ. ഇത് വോയാഗറാണ് ഷെയ്ഡ്. മെബലൈൻ്റെ ആണ് കേട്ടോ. സൂപ്പർ സ്റ്റേ ഇല്ലേ, മെബലൈൻ്റെ ആ ഒരു റേഞ്ച്, അതേ വോയാഗർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഞാനിത് അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു എന്താ പറയുക ലിപ്സ്റ്റിക് ഷെയ്ഡല്ല. വല്ലപ്പോഴും തായ്ലൻഡിലേക്കൊക്കെ പോയ സമയത്താണ് ഇതൊന്നും കട്ടിയിൽ ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിലൊക്കെ ഞാനിങ്ങനെ ഭയങ്കര ലേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഒരു ഡെയിലി വെയർ പോലെ ഞാനത് യൂസ് ചെയ്യുള്ളൂ. യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അതേ നമ്മൾ കെട്ടുമ്പാണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒരു തുണി സഞ്ചിയാണ് കേട്ടോ എടുത്തുള്ളത്. കട അവിടെ തൊട്ടടുത്താണ് കേട്ടോ. പിന്നെ അവിടെ പോയി വന്നിട്ട് വേണം നമുക്ക് ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോകാൻ. അപ്പോൾ പിന്നെ വണ്ടി എടുത്ത് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. കേട്ടോ നമ്മൾ കടയിൽ പോകാനുള്ള മീ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കട. അതെ, ഈ കാണുന്നതാട്ടോ കട. അതാണ് കട. എടുപ്പാണ് കേട്ടോ. ഇത് ആകെ അലങ്കോലമായിട്ട് കിടക്കുക. ഞാൻ പറഞ്ഞില്ല ഇവിടെ പണി നടക്കായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ അടുക്കളയിലേക്കാണ് കേട്ടോ തള്ളിയത്. എല്ലാം ഇവിടെ തള്ളി. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുവിധം നമ്മൾ അടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം, ഹോള്, ബാക്കിയുള്ള റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചു. സംഭവങ്ങളൊക്കെ ഒരുവിധമൊക്കെ കൊണ്ടിട്ടു കേട്ടോ. പക്ഷേ ഇപ്പോൾ അതേ ഇവിടെ ഇനി ക്ലീൻ ചെയ്യാണ്ട്. ഏതായാലും നമ്മുടെ കുറച്ച് ബിരിയാണി വെക്കാണ്ട്. കുറച്ച് ബിരിയാണി, ആ ചിക്കൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒക്കെ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കാം. ഓക്കെ, ചിക്കൻ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. നമുക്ക് ആ ചിക്കൻ വറുത്ത് കുറച്ച് ബിരിയാണി വെച്ചിട്ട് ബാക്കി പണികൾ ഫുള്ള് ക്ലീനിങ് ചെയ്യണം കേട്ടോ, ഈ കിച്ചണൊക്കെ. ഇനി എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ലേസി ഡേ ആണ് കേട്ടോ. വേറെ ഒന്നും കേട്ടല്ല, കുറേ ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ പണി നടന്നിരുന്നത്. മുന്നത്തെ വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വോൾസിലൊക്കെ ഇങ്ങനെ ഈർപ്പം നിന്നിട്ടേ വോളൊക്കെ ആകെ പൂപ്പൽ പോലെ വരിക, കേട് വരിക. കബേർഡിൽ വെക്കുന്ന നമ്മുടെ ഡ്രസ്സ് ഐറ്റംസൊക്കെ പൂപ്പൽ വന്ന് കേടായി പോവുക. അത് നമ്മുടെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ നമുക്കത് ശരിയാക്കി തന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഓരോ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും, ബെഡ്, ഡ്രസ്സുകൾ, എന്താ പറയുക, ടേബിളുകൾ, അങ്ങനെ സോഫ സെറ്റ് എല്ലാം നമ്മൾ കിച്ചണിലേക്ക് വലിച്ചിട്ട് അവിടെ ഒക്കെ പൂട്ടി വെച്ചു. ബാക്കിയുള്ളടത്തായിരുന്നു പണി നടന്നിരുന്നേട്ടാ.
അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംമാതിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തൊടിയും മടിയുമൊക്കെ ആയിരുന്നു ഇന്നലെ. 8 മണിക്ക് തുടങ്ങിയ പണി രാത്രി 1-1:30 ആയപ്പോഴാണ് കേട്ടോ തീർന്നത്. ഇന്നലെ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഇന്ന് എനിച്ചിട്ട് ഇനിയും കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. ഞാൻ അതുകൊണ്ട് ഇന്ന് ലീവ് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി കിച്ചണും കുറച്ച് ഭാഗം കൂടെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം. കുറച്ച് ഐറ്റംസ് കൂടെ നമുക്ക് ഒന്ന് ഡിസോർഡറായിട്ട് എടുക്കണതൊക്കെ ഒന്ന് സെറ്റാക്കണം, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആമിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം കുക്കർ ബിരിയാണി ചെയ്യാമെന്ന്. അതാവുമ്പോൾ ആ പണി വേഗം കഴിഞ്ഞിട്ട് കഴിച്ച് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് നോക്കാമല്ലോ. ലീവ് എടുത്തിട്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ. ആമിക്കുട്ടിയാണെങ്കിലും നമ്മൾ കടയിലൊക്കെ പോയപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പക്ഷേ ബിരിയാണി എന്ന് കേട്ടപ്പോൾ ആൾക്ക് വിശപ്പ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ കുക്കർ ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാമല്ലോ. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കാഷ്യൂസ് സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ എരിവ് ഞാൻ ഭയങ്കര കുറച്ച് മാത്രം, അതായത് ഇപ്പോൾ ഈ ചിക്കൻ വറുക്കാൻ യൂസ് ചെയ്യണില്ലേ, അതിൻ്റെ ആ മസാലയിലുള്ള ചില്ലി പൗഡർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം അച്ഛനും മോൾക്കൊന്നും എരിവ് പിടിക്കില്ല, ആമിക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കുക്കർ ബിരിയാണി അവൾക്ക് നല്ല ഇഷ്ടമാണ്. അതിൽ വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾ നന്നായിട്ട് കഴിക്കും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അങ്ങനെ കഴിക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പ്യൂരി ഉണ്ടാക്കുകയാണ് കേട്ടോ. പ്യൂരി ഉണ്ടാക്കാനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള കേട്ടോ, അത്രയും എടുത്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കുകയാണ്. ഇത് ഞാൻ കുറേ നാളായി വെയിലത്ത് വെച്ച് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കണം എന്ന് വെച്ചിട്ട് നടക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെ അരയ്ക്കാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഹോൾ സ്പൈസസും കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പ്യൂരി നമ്മൾ ചിക്കൻ വറുത്ത ആ ഒരു ഓയിലില്ലേ അതിലിട്ടിട്ട് നല്ല പോലെ പച്ചമണം പോണ വരെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. നമ്മൾ കുക്കർ ബിരിയാണി എന്ന് പറയുമ്പോഴേ നേരെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കില്ലേ, എനിക്കത് താല്പര്യമില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്തെടുക്കണ സമയത്ത് ചില സമയത്ത് വല്ലാണ്ട് ചിക്കൻ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും, പിന്നെ ടേസ്റ്റ് ഇല്ലാത്ത ഉപ്പും മുളകൊന്നും പിടിക്കാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ വല്ലാണ്ട് ഉടയില്ല. അഥവാ ഇനി ഉടഞ്ഞാലും പീസിലൊക്കെ നല്ല പോലെ ഉപ്പും മുളകും എരിവും എല്ലാ മസാലയും പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ആ പ്യൂരി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പച്ചമണമൊക്കെ പോണ വരെ മസാലയുടെയും അതുപോലെ ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ പച്ചമണമൊക്കെ പോയിക്കോട്ടെ കേട്ടോ. നമ്മുടെ കുഞ്ഞു കുക്കറാണ് കേട്ടോ, 1 ലിറ്ററിൻ്റെ. നമ്മൾ 1 കപ്പ് എടുക്കണുള്ളൂ അരി. അത് ഞാൻ കഴുകി നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ല പോലെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ഗ്ലാസ് കേട്ടോ, 1 കപ്പ് അരിക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാളയും ഒരു തക്കാളിയും അരിഞ്ഞത് നമ്മൾ നല്ലോണം സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പ്യൂരി ആഡ് ചെയ്യാണ്. ഇതൊക്കെ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. ടപ്പയെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. അത് നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ അതൊന്ന് നല്ലോണം സോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നമ്മളൊന്നും കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ വെള്ളം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തിളയ്ക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, മറക്കാണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ നല്ല പോലെ ഉപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ടോ നോക്കണം. എന്നിട്ട് വേണം റൈസ് ഇടാനായിട്ട്, അല്ലെങ്കിൽ റൈസിൽ ഉപ്പ് പിടിക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് ചെക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്നതിനനുസരിച്ച് ഉപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മുടെ റൈസ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് 1 കപ്പ് റൈസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു നേരത്തേക്ക് 2 പേർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു കപ്പിലെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ സാധാരണ ഒറ്റ നേരത്തേക്കൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടുക. അതിൽ ഫുൾ ആവി പോയി കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ നല്ല പാകമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ സർലാസ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കട്ടത്തൈര് ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുക്കറിൽ ഒരു വിസിലൊക്കെ വന്ന് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഫുൾ ആവി പോയി കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചിക്കൻ പീസൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇതേ കണ്ടങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഞങ്ങൾ കഴിക്കാൻ പോവാട്ടാ. അല്ല നീ കഴിക്കാൻ പോവല്ലേ?
ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പൊക്കി പറയണതല്ല കേട്ടോ, നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടി കുറേ കഴിച്ചിട്ടോ, വയറ് നിറച്ച് കഴിച്ചു. കാരണം വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണോണ്ടേ ഞാൻ ഉണ്ടാക്കണ ബിരിയാണി ആമിക്കുട്ടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ നന്നായിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ആൾ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ടാണ് എൻ്റെ കൂടെ ക്ലീനിങ്ങിന് വന്നിട്ടുള്ളത്. ഞാനും കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സിൽ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പോയിട്ട് നൈറ്റ് ഇട്ട് വന്നു. എന്നാലേ ക്ലീനിങ് ഒക്കെ തകൃതിയായിട്ട് നടക്കുള്ളൂ. നേരത്തെ ഷൂ റാക്കൊക്കെ കണ്ടില്ലേ, അതൊക്കെ നമ്മൾ അതത് സ്ഥലത്ത് കൊണ്ടുവച്ചു കേട്ടോ. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പിന്നെ ഈ ബോക്സുകൾ, സ്റ്റോറേജ് ബോക്സ് സംഭവങ്ങൾ ഒക്കെ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് എടുത്തോടത്ത് കൊണ്ട് വൃത്തിയാക്കി വെക്കണം. ഇതിനകത്ത് നമ്മൾ അടച്ചുപൂട്ടി വെച്ചു എന്ന് പറഞ്ഞാലും നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്തും പൊടി ഉണ്ടായിരുന്നു, നൈസ് പൊടിയായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമിൻ എന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഫുള്ള് അങ്ങോട്ട് ക്ലീനിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പിയും ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.